അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പാൽവായക്ക അതുപോലെ തന്നെ പല സ്ഥലത്തും പല പേരാണ് കായ്ക്കറി എന്നൊക്കെ പറയും. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു റമദാൻ സ്പെഷ്യൽ റെസിപ്പി തന്നെ. ആദ്യം തന്നെ 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് സാബൂനരി, ഞങ്ങൾ സാബൂനരി എന്നാണ് പറയുക കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ, ചവ്വരി ഒരു 1/2 കപ്പ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചിട്ടെടുക്കാം. നമുക്ക് ഈ സാബൂനരി വെന്തെന്ന് മനസ്സിലാവുക അതൊരു ഗ്ലാസിൻ്റെ കളറൊക്കെ ആയിട്ട് മാറുമ്പോഴാണ് സാബൂനരി വെന്തിട്ടുണ്ട് എന്നുള്ള മനസ്സിലാവുക കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ വേണം അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ വേഗത്തിൽ അത് വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് അതിലേക്ക് ഞാനൊരു വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ പാൽവായക്ക ഉണ്ടാക്കുമ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ. തേങ്ങാപ്പാലിലും ഉണ്ടാക്കുക, ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലിലാണ്. പിന്നെ അല്ലെങ്കിൽ പാൽ വെച്ചിട്ടുണ്ടാക്കുക. ഒന്നും കൂടി ടേസ്റ്റ് തേങ്ങാപ്പാൽ വെച്ചിട്ട് തന്നെയാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1-ാം പാൽ ഇട്ട തേങ്ങേൻ്റെ 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് മധുരം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഓവർ മധുരം ഉണ്ടാകുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ. ഞാനിവിടെ ഇതിലേക്കൊരു 3 സ്പൂണ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂണിന് 3 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിച്ച് ഇതാവാൻ സാധ്യത ഉണ്ട്. അതിൽ ആ സാബൂനരിയൊക്കെ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഓഫ് ചെയ്യാൻ കാലം അതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് വറവിടുന്നത് ചെറിയുള്ളി ചേർത്തിട്ടാണ് കേട്ടോ വറവിടുന്നത്. കൂടുതൽ ട്രഡീഷണൽ ടേസ്റ്റ് ആയിട്ട് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ടിട്ട് വറവിട്ടാലും മതി. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ വറവ് ഈ പാൽവായക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയാണ്. പാൽവായക്ക ഒരു മലബാർ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയും കൂടിയാണ്. നോമ്പിനും ഞങ്ങളവിടെയൊക്കെ നോമ്പ് തുറക്കൊക്കെ ആദ്യമൊക്കെ പണ്ട് കാലത്തൊക്കെ ഇത് മസ്റ്റായിട്ടുണ്ടാവുമായിരുന്നു. നോമ്പ് തുറക്ക് ഒരു വിഭവം തന്നെയായിരുന്നു. ഡെസേർട്ടായിട്ടൊക്കെ തന്നെ. ഇപ്പോഴത്തെ പുഡിങ്ങിലൊക്കെ പെടുത്താൻ പറ്റിയത് തന്നെ പാൽവായക്ക. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.